എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. കുറച്ചു സമയത്തിനു ശേഷം സഹോദരിമാരിൽ ഒരാൾ എൻ്റെ മുറിയിൽ വന്നു. ഞാൻ മൃതപ്രായിയായി കിടക്കുന്നത് കണ്ടു. അവൾ ഭയപ്പെട്ട് നോവിസ് മിസ്ട്രസിനെ അന്വേഷിച്ചു പോയി. അവർ വിശുദ്ധ അനുസരണം എന്ന പുണ്യത്തിൻ്റെ നാമത്തിൽ എന്നോട് തറയിൽ നിന്ന് എഴുന്നേൽക്കാൻ കൽപ്പിച്ചു. ഉടനെ തന്നെ എനിക്ക് ശക്തി ലഭിച്ചു. വിറച്ചുകൊണ്ട് ഞാൻ എഴുന്നേറ്റു. നോവിസ് മിസ്ട്രസ് ഉടനെ തന്നെ എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ദുർഗ്രഹമായ ദൈവകരുണയെപ്പറ്റി എന്നോട് സംസാരിച്ചു. അവർ ഇപ്രകാരം പറഞ്ഞു: സഹോദരി, ഒന്നിനെക്കുറിച്ചും അസ്വസ്ഥപ്പെടേണ്ട. അനുസരണമെന്ന പുണ്യത്തിൻ്റെ യോഗ്യതയിൽ ഞാൻ നിന്നോട് ഇത് കൽപ്പിക്കുന്നു. ദൈവം നിന്നെ ഉന്നതമായ വിശുദ്ധ പദവിയിലേക്ക് വിളിക്കുന്നു എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ഇത്ര വേഗം നിനക്കിതെല്ലാം അനുഭവിക്കുവാൻ അനുവദിക്കുന്നത് വഴി നിന്നെ അവിടുത്തോട് വളരെ കൂടുതൽ അടുപ്പിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സഹോദരി, ദൈവത്തോട് വിശ്വസ്തത പാലിക്കുക. എന്തെന്നാൽ സ്വർഗത്തിൽ നിനക്ക് ഒരു ഉന്നത സ്ഥാനം ലഭിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണിത്. പക്ഷെ അവർ പറഞ്ഞതിൻ്റെ ഒരക്ഷരവും എനിക്ക് മനസ്സിലായില്ല. ചാപ്പലിൽ പ്രവേശിച്ചപ്പോൾ എല്ലാത്തിൽ നിന്നും എൻ്റെ ആത്മാവിന് സ്വാതന്ത്ര്യം ലഭിച്ച ഒരു പ്രതീതിയാണ് അനുഭവപ്പെട്ടത്. ദൈവകരങ്ങളിൽ നിന്ന് അപ്പോൾ തന്നെ പുറത്തു വന്ന പോലുള്ള അനുഭവം. എൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധി ഞാൻ ഗ്രഹിച്ചു. ഒരു ചെറിയ കുഞ്ഞായതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. പെട്ടെന്ന് ആന്തരികമായി ഞാൻ കർത്താവിനെ കണ്ടു. അവിടുന്ന് എന്നോട് പറഞ്ഞു: ഭയപ്പെടേണ്ട എൻ്റെ മകളെ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ആ നിമിഷം തന്നെ എല്ലാ അന്ധകാരവും പീഡകളും അപ്രത്യക്ഷമായി. എൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം കൊണ്ട് കവിഞ്ഞൊഴുകി. എൻ്റെ ആത്മാവിൻ്റെ സിദ്ധികളെല്ലാം പ്രകാശം കൊണ്ട് നിറഞ്ഞു. ഇതുകൂടി ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. അതായത്, എൻ്റെ ആത്മാവ് അവിടുത്തെ സ്നേഹധാരയിലായിരുന്നെങ്കിലും എനിക്ക് അനുഭവപ്പെട്ട പീഡനങ്ങളുടെ അടയാളങ്ങൾ 2 ദിവസത്തേക്ക് കൂടി എൻ്റെ ശരീരത്തിൽ അവശേഷിച്ചു. മരിച്ചവരുടേതുപോലെ വിളറിയ മുഖം, രക്തം കലങ്ങിയ കണ്ണുകൾ. ഞാൻ സഹിച്ചതെന്തെന്ന് ഈശോ മാത്രം അറിയുന്നു. സത്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് തീർത്തും നിസ്സാരമാണ്. എനിക്കത് വാക്കുകളിൽ വിവരിക്കാൻ സാധ്യമല്ല. ഞാൻ വേറൊരു ലോകത്തിൽ നിന്ന് വന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എല്ലാറ്റിനോടും എനിക്ക് വിരക്തി അനുഭവപ്പെട്ടു. ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെ മാറിലെന്ന പോലെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഞാൻ പറ്റിച്ചേർന്ന് കിടന്നു. അപ്പോൾ ഞാൻ എല്ലാം വ്യത്യാസപ്പെട്ട് കാണുന്നു. ഒറ്റ വാക്കുകൊണ്ട് കർത്താവ് എൻ്റെ ആത്മാവിൽ ചെയ്തതിനെപ്പറ്റി ഞാൻ ബോധവതിയാണ്. അതിൽ ഞാൻ ജീവിക്കുന്നു. കഴിഞ്ഞുപോയ പീഡനങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഭയന്ന് വിറയ്ക്കുന്നു. ഞാൻ തന്നെ അത് അനുഭവിച്ചിരുന്നില്ലെങ്കിൽ ഒരാൾക്ക് ഇപ്രകാരം സഹിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുമായിരുന്നില്ല. ഇത് പൂർണ്ണമായും ഒരു ആത്മീയ സഹനമാണ്. എന്നിരുന്നാലും എല്ലാ സഹനങ്ങളിലും പീഡനങ്ങളിലും വിശുദ്ധ കുർബാന സ്വീകരണം ഞാൻ മുടക്കിയിരുന്നില്ല. വിശുദ്ധ കുർബാന സ്വീകരിക്കരുത് എന്ന് എനിക്ക് തോന്നിയ അവസരങ്ങളിൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പായി ഞാൻ ഡിറക്ടസിനെ കണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ യോഗ്യതയില്ലെന്ന് തോന്നുന്നു എന്ന വിവരം പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അവർ വിശുദ്ധ കുർബാന സ്വീകരണം മുടക്കാൻ എന്നെ അനുവദിച്ചിരുന്നില്ല. അങ്ങനെ ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചിരുന്നു. അനുസരണം മാത്രമാണ് എന്നെ രക്ഷിച്ചതെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ഡിറക്ടസ് തന്നെ പിന്നീട് എന്നോട് പറഞ്ഞതിതാണ്: എൻ്റെ പരീക്ഷണങ്ങളെല്ലാം വേഗം അവസാനിച്ചത് സഹോദരി അനുസരണയുള്ളവളായതുകൊണ്ട് മാത്രമാണ്. അനുസരണത്തിൻ്റെ ശക്തി കൊണ്ടാണ് നീ ഇതിൽ ഇത്ര ധൈര്യപൂർവ്വം കഠിനയത്നം ചെയ്തത്. കർത്താവ് തന്നെയാണ് എന്നെ ഈ പീഡനങ്ങളിൽ നിന്ന് രക്ഷിച്ചതെന്ന് ഇത് സത്യമാണെങ്കിലും അനുസരണത്തോടുള്ള എൻ്റെ വിശ്വസ്തത അവിടുത്തെ പ്രസാദിപ്പിച്ചു. ഇതെല്ലാം ഭയപ്പെടുത്തുന്ന സംഭവങ്ങളാണെങ്കിലും ഒരാത്മാവ് അത്ര ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം
നമ്മുടെ ശക്തിക്കതീതമായി ദൈവം ആരെയും പരീക്ഷിക്കുകയില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവിടുന്ന് ഒരിക്കലും ഇപ്രകാരമുള്ള സഹനങ്ങൾ തരികയില്ല. എന്നാൽ ഞാൻ ഇതെഴുതുന്നത് ഒരാത്മാവ് ഇപ്രകാരമുള്ള സഹനത്തിലൂടെ കടന്നു പോകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഭയപ്പെടേണ്ടതില്ല എന്ന് മനസ്സിലാക്കാനാണ്. ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ അത് നിലനിന്നാൽ മതി. ദൈവം സ്നേഹം തന്നെ ആയതിനാലും ഈ അനന്തമായ സ്നേഹത്താൽ അതിനെ അസ്തിത്വത്തിലേക്ക് വിളിച്ചതിനാലും ദൈവം ഒരു ഉപദ്രവവും ആത്മാവിന് ചെയ്യുകയില്ല. എന്നാൽ ഇപ്രകാരം പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഞാൻ തന്നെ ഇത് മനസ്സിലാക്കിയില്ല. ഓ എൻ്റെ ദൈവമേ, ഞാൻ ഈ ലോകത്തിൻ്റേതല്ല എന്ന് ഞാൻ അറിയുന്നു. ഓ നാഥ, ഈ അഗാധമായ അറിവ് അങ്ങൻ്റെ ആത്മാവിൽ ചൊരിഞ്ഞിരിക്കുന്നു. എൻ്റെ കടമകളിൽ ഒരു തരത്തിലും വീഴ്ച വരുത്തുന്നില്ലെങ്കിലും ഭൂമിയേക്കാൾ സ്വർഗവുമായിട്ടാണ് എൻ്റെ സംസർഗം. ഈ സമയങ്ങളിൽ എനിക്ക് ഒരാത്മീയ പിതാവില്ലായിരുന്നു. യാതൊരു വിധത്തിലുള്ള മാർഗനിർദ്ദേശവും എനിക്ക് ലഭിച്ചിരുന്നില്ല. ഞാൻ കർത്താവിനോട് യാചിച്ചു, എന്നാൽ അവിടുന്ന് ഒരാത്മീയ പിതാവിനെ എനിക്ക് നൽകിയില്ല. എൻ്റെ ബാല്യം മുതൽ ഈ നിമിഷം വരെ എൻ്റെ ഗുരു ഈശോ ആയിരുന്നു. എല്ലാ മരുഭൂമി അനുഭവങ്ങളിലും എല്ലാ അപകടങ്ങളിലും അവിടുന്ന് എന്നെ നയിച്ചു. ഇപ്രകാരമുള്ള വലിയ ആപത്തുകളിലൂടെ അപകടം കൂടാതെ നയിക്കാനും അത്യധികമായ പ്രയാസങ്ങൾ എൻ്റെ ആത്മാവിനെ കളങ്കപ്പെടുത്താതെ വിജയകരമായി അതിജീവിപ്പിക്കാനും ദൈവത്തിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്ന് ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു. പിന്നീട് ഒരു ആത്മീയ പിതാവിനെ കർത്താവ് എനിക്ക് തന്നു. ഇപ്രകാരമുള്ള സഹനങ്ങൾക്കു ശേഷം ആത്മാവ് കൂടുതൽ ആത്മീയ വിശുദ്ധിയിലും ദൈവസാമീപ്യത്തിലും ആകുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുന്നു: ഈ ആത്മീയ പീഡനകാലത്തും അത് ദൈവത്തോടടുത്ത് തന്നെയാണെങ്കിലും അതിനെക്കുറിച്ച് ആത്മാവ് അന്ധമാണ്. സഹിക്കുന്ന ആത്മാവിന് ദൈവസാമീപ്യം ഏറ്റവും കൂടുതലാണെങ്കിലും അതിൻ്റെ ദർശനം അന്ധകാരത്തിൽ മുഴുകിയിരിക്കുന്നതിനാൽ ആത്മാവിന് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നതിലാണ് എല്ലാ രഹസ്യവും അടങ്ങിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ദൈവം ഉപേക്ഷിച്ചെന്ന് മാത്രമല്ല, ദൈവകോപത്തിന് ഇരയായി തീർന്നു എന്നുകൂടി ആത്മാവ് പ്രഖ്യാപിക്കുന്നു. എത്ര വലിയ രോഗത്താലാണ് ആത്മാവിൻ്റെ നയനങ്ങൾ ദുരിതപ്പെടുന്നത്! ദൈവിക പ്രകാശത്താൽ ആവരണം ചെയ്യപ്പെടുമ്പോഴും ഈ പ്രകാശമുള്ളതായി ആത്മാവിന് അനുഭവപ്പെടുന്നില്ല. കാരണം ഈ ദിവ്യപ്രകാശത്തിൻ്റെ ശോഭ ആത്മാവിൻ്റെ നയനങ്ങൾ അന്ധമാക്കിയിരിക്കുന്നു. എങ്കിലും മറ്റു സന്ദർഭങ്ങളിൽ എന്നതിനേക്കാൾ ദൈവം ഈ നിമിഷങ്ങളിൽ ആത്മാവിനോട് ഏറ്റവും അടുത്തായിരിക്കും. കാരണം ഇപ്രകാരമുള്ള പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ സാധാരണ കൃപ കൊണ്ട് മാത്രം സാധ്യമല്ലെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. ദൈവത്തിൻ്റെ സർവ്വശക്തിയും അസാധാരണമായ കൃപയും ഇവിടെ പ്രവർത്തിച്ചില്ലെങ്കിൽ ആത്മാവ് ആദ്യ പരീക്ഷണങ്ങളിൽ തന്നെ അടിപ്പെട്ടു പോകും. ഓ ദിവ്യ ഗുരുനാഥ, എൻ്റെ ആത്മാവിൽ സംഭവിക്കുന്നതെല്ലാം അങ്ങയുടെ മാത്രം പ്രവർത്തനങ്ങളാണ്. ഓ നാഥ, ആത്മാവിനെ ഭയാനകമായ കിഴക്കാന്തൂക്കായ പാറയുടെ മുനമ്പത്ത് നിർത്താനും അങ്ങേക്ക് ഭയമില്ല. അവിടെ അത് ആശങ്കപ്പെട്ടും ഭയന്നു നിൽക്കുന്നു. വീണ്ടും അങ്ങ് അതിനെ തന്നിലേക്ക് തന്നെ അടുപ്പിക്കുന്നു. ഇതെല്ലാം അങ്ങയുടെ അചിന്ത്യമായ രഹസ്യങ്ങളാണ്. ഈ ആന്തരിക പീഡനങ്ങളുടെ ഇടയിലും ചെറിയ തെറ്റുകൾ കുമ്പസാരത്തിൽ ഏറ്റുപറയുമ്പോൾ ഞാൻ കൂടുതൽ മാരകമായ തെറ്റുകൾ ചെയ്യാത്തതിൽ ആശ്ചര്യപ്പെട്ടുകൊണ്ട് വൈദികൻ എന്നോട് പറഞ്ഞു: സഹോദരി, ഈ സഹനങ്ങളിൽ നീ ഇപ്രകാരം ദൈവത്തോട് വിശ്വസ്തത പാലിക്കുന്നത് തന്നെ ദൈവമാണ് നിന്നെ പ്രത്യേക കൃപയാൽ പരിപാലിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ്. നിനക്കിത് മനസ്സിലാക്കാൻ സാധിക്കാത്തതും വളരെ നല്ല കാര്യമാണ്. ഫാദർ ആൻഡ്രാഷിനെയും പിന്നീട് ഫാദർ സൊപോച്കോയെയും കണ്ടുമുട്ടുന്നതുവരെ ഒരു കുമ്പസാരക്കാരനും ഈ വക കാര്യങ്ങളിൽ എന്നെ മനസ്സിലാക്കാനോ എൻ്റെ മനസ്സിന് ആശ്വാസം പകരാനോ സാധിച്ചിരുന്നില്ല എന്നത്
വിസ്മയകരമാണ്. കുമ്പസാരത്തെയും കുമ്പസാരക്കാരെയും കുറിച്ച് ചില ചിന്തകൾ. ഞാൻ അനുഭവിച്ചതും എൻ്റെ ആത്മാവിൽ അനുഭവിച്ചറിഞ്ഞതും മാത്രം ഞാൻ സംസാരിക്കാം. ഈ പ്രത്യേക സന്ദർഭങ്ങളിൽ കുമ്പസാരം വഴി ആത്മാവിന് പ്രയോജനം ലഭിക്കാതിരിക്കുന്നതിൻ്റെ 3 കാരണങ്ങളിൽ ഒന്ന്, അസാധാരണമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുമ്പസാരക്കാരന് അറിവ് കുറവായിരുന്നാൽ ദൈവം ആത്മാവിൽ പ്രവർത്തിക്കുന്ന വലിയ രഹസ്യങ്ങൾ അദ്ദേഹത്തോട് വെളിപ്പെടുത്തുമ്പോൾ അത്ഭുതപ്പെടുന്നു. ഇപ്രകാരം വിസ്മയപ്പെടുമ്പോൾ സൂക്ഷ്മ സംവേദനക്ഷമതയുള്ള ആത്മാവിനെ അത് ഭയപ്പെടുത്തുന്നു. കുമ്പസാരക്കാരൻ തൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ മടിക്കുന്നതായി അതിന് മനസ്സിലാകുന്നു. ഇത് ആത്മാവ് മനസ്സിലാക്കുകയാണെങ്കിൽ അതിന് സമാധാനം ലഭിക്കുകയില്ല. മാത്രമല്ല, കുമ്പസാരത്തിന് മുമ്പുള്ളതിനേക്കാളും കൂടുതൽ സംശയങ്ങൾ കുമ്പസാരം കഴിഞ്ഞുണ്ടാകുന്നു. കാരണം കുമ്പസാരക്കാരന് തന്നെ ഇതെല്ലാം സംശയമാണെന്നും തന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും അത് അനുമാനിക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ച രീതിയിൽ ആത്മാവിൻ്റെ ചില രഹസ്യങ്ങളിലേക്ക് ചൂഴ്ന്നിറങ്ങാൻ സാധിക്കാതെ കുമ്പസാരക്കാരൻ ഭയന്ന് കുമ്പസാരം ശ്രവിക്കാൻ തയ്യാറാകാതെ വരുന്നു. വൈദികൻ്റെ ഓരോ വാക്കിനും വേണ്ടി കാതോർത്തിരിക്കുന്ന ഒരാത്മാവിന് ഈ അവസ്ഥയിൽ കുമ്പസാരം വഴി എങ്ങനെ സമാധാനം ലഭിക്കും? എൻ്റെ അഭിപ്രായത്തിൽ ഒരാത്മാവ് ദൈവത്താൽ പ്രത്യേക വിധത്തിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ വൈദികന് ആത്മാവിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ കൂടുതൽ അനുഭവജ്ഞാനവും അറിവുമുള്ള വൈദികൻ്റെ സമീപത്തേക്ക് നയിക്കണം. അല്ലാത്തപക്ഷം ആ ആത്മാവിന് ആവശ്യമായ പ്രകാശം നൽകാൻ അദ്ദേഹം സ്വയം പരിശീലനം നേടണം. അല്ലാതെ കുമ്പസാരം നിഷേധിക്കുകയല്ല ചെയ്യേണ്ടത്. ഇപ്രകാരം ആത്മാവിനെ അദ്ദേഹം കൂടുതൽ അപകടത്തിലേക്കാണ് നയിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന പന്ഥാവിൽ നിന്ന് ചില ആത്മാക്കൾ വഴിതെറ്റാൻ ഇടയാകും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ തന്നെ ഇത് അനുഭവിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രത്യേക കൃപ ഉണ്ടായിരുന്നിട്ട് കൂടിയും എനിക്ക് ഇടർച്ചയുണ്ടായിട്ടുണ്ട്. ദൈവം തന്നെ എന്നെ ധൈര്യപ്പെടുത്തിയിരുന്നിട്ടും സഭയുടെ ഒരു സ്ഥിരീകരണം ഞാൻ എല്ലായ്പ്പോഴും ആഗ്രഹിച്ചിരുന്നു. രണ്ടാമത്തെ കാര്യം, ആത്മാവിനെ തുറന്ന് സംസാരിക്കാൻ അനുവദിക്കാതെ കുമ്പസാരക്കാരൻ അക്ഷമനാകുന്നു. അപ്പോൾ ആത്മാവ് നിശബ്ദത പാലിക്കുകയും തുറന്ന് പറയാതിരിക്കുകയും ചെയ്യുന്നു. ഇതുവഴി ഒരു ഗുണവും ലഭിക്കാതെ പോകുന്നു. ആത്മാവിനെ മനസ്സിലാക്കാതെ അതിനെ പരീക്ഷിക്കാൻ കുമ്പസാരക്കാരൻ ശ്രമിക്കുമ്പോൾ ഗുണത്തിന് പകരം ദോഷം ചെയ്യുന്നു. ആത്മാവിന് സഹായത്തിന് പകരം അദ്ദേഹം ഉപദ്രവം ചെയ്യുന്നു. ആത്മാവിൻ്റെ കൃപകളെക്കുറിച്ചോ അതിൻ്റെ പീഡകളെക്കുറിച്ചോ തുറന്ന് സംസാരിക്കാൻ കുമ്പസാരക്കാരൻ അനുവദിക്കാത്തതുകൊണ്ട് കുമ്പസാരക്കാരൻ്റെ അറിവില്ലായ്മ ആത്മാവ് മനസ്സിലാക്കുന്നു. അതിനാൽ ഈ പരീക്ഷണം പൊരുത്തപ്പെടാത്തതാകുന്നു. ചിരിക്കാൻ വകതരുന്ന പല പരീക്ഷണങ്ങൾക്കും ഞാൻ അധീനപ്പെട്ടിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി ഇപ്രകാരം വ്യക്തമാക്കാം. കുമ്പസാരക്കാരൻ ആത്മാവിൻ്റെ വൈദ്യനാണ്. രോഗത്തിൻ്റെ പ്രകൃതി വൈദ്യന് അറിഞ്ഞുകൂടെയെങ്കിൽ അദ്ദേഹം എങ്ങനെ അതിന് അനുയോജ്യമായ മരുന്ന് കുറിക്കും? അദ്ദേഹത്തിന് ഒരിക്കലും അത് സാധ്യമല്ല. ഒന്നെങ്കിൽ മരുന്ന് ഉദ്ദേശിക്കുന്ന ഫലം നൽകുന്നില്ല, അല്ലെങ്കിൽ മരുന്നിൻ്റെ കടുപ്പം കൂടി രോഗം മൂർച്ഛിക്കുന്നു. ചില സമയങ്ങളിൽ ദൈവം രക്ഷിക്കട്ടെ, മരണം തന്നെ സംഭവിക്കുന്നു. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എന്തെന്നാൽ പല അവസരങ്ങളിലും കർത്താവ് തന്നെയാണ് നേരിട്ട് എന്നെ താങ്ങി നിർത്തിയത്. മൂന്നാമത്തെ കാര്യം, ചില അവസരങ്ങളിൽ കുമ്പസാരക്കാരൻ ചില കാര്യങ്ങൾ ലാഘവത്തോടെ എടുക്കുന്നു. ആത്മീയ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾ എന്നൊന്നില്ല. ചിലപ്പോൾ പ്രാധാന്യമില്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വഴിതെളിക്കും. അത് ആത്മാവിനെ മനസ്സിലാക്കാൻ വൈദികനെ വളരെ സഹായിക്കും. ചെറിയ കാര്യങ്ങളിൽ പരോക്ഷമായ ധാരാളം ആത്മീയ വെളിപ്പെടുത്തലുകൾ ഒളിഞ്ഞു കിടക്കും. വളരെ ചെറിയ ഇഷ്ടികകളെ ഉപേക്ഷിച്ചു കളഞ്ഞാൽ ഒരിക്കലും അതിഗംഭീരമായ ഒരു കെട്ടിടം പണിയാൻ സാധിക്കുകയില്ല.
ചില ആത്മാക്കളിൽ നിന്ന് ദൈവം വലിയ വിശുദ്ധി ആവശ്യപ്പെടുന്നു. അതിനാൽ തങ്ങളുടെ ശോചനീയാവസ്ഥയെപ്പറ്റി കൂടുതൽ അറിവ് നൽകുന്നു. സ്വർഗീയ പ്രകാശത്താൽ പ്രകാശിതരായി ദൈവത്തിന് പ്രീതികരമായതും അല്ലാത്തതും ഏവയെന്ന് ആത്മാവിന് നല്ലവണ്ണം മനസ്സിലാക്കാൻ സാധിക്കുന്നു. അറിവിൻ്റെയും ആത്മാവിലുള്ള വെളിച്ചത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് പാപത്തിൻ്റെ ഗൗരവം കണക്കാക്കപ്പെടുന്നത്. ചെറിയ കുറ്റങ്ങളുടെ കാര്യത്തിലും അപ്രകാരം തന്നെ. കുമ്പസാരത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ചെറിയ പാപമായി മാത്രം കണക്കാക്കപ്പെടുന്നു എന്ന് ആത്മാവ് അറിയുന്നു. എന്നിരുന്നാലും വിശുദ്ധിക്കായി പരിശ്രമിക്കുന്ന ആത്മാവിന് ഈ ചെറിയ കാര്യങ്ങളും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കുമ്പസാരക്കാരൻ അത് നിസ്സാരമായി കരുതി തള്ളിക്കളയരുത്. കുമ്പസാരക്കാരൻ്റെ ക്ഷമയും ദയയും ആത്മാവിൻ്റെ ആന്തരികമായ രഹസ്യങ്ങളെ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കും. അറിയാതെ തന്നെ ആത്മാവ് അത്യഗാധമായ ആഴത്തെ വെളിപ്പെടുത്തുകയും കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്യും. കൂടുതൽ പ്രതിരോധിക്കാനും കഴിവ് ലഭിക്കും. കൂടുതൽ ധൈര്യത്തോടെ പൊരുതാനും കൂടുതൽ നന്നായി കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കും. കാരണം ഇതിനെല്ലാം താൻ ഉത്തരം പറയേണ്ടി വരുമെന്ന് അതിനറിയാം. കുമ്പസാരക്കാരനെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോഴൊക്കെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുക എന്ന കടമ കൂടി കുമ്പസാരക്കാരനുണ്ട്. താൻ കൈകാര്യം ചെയ്യുന്നത് വൈക്കോൽ തുരുമ്പോ ഇരുമ്പോ അതോ തനി സ്വർണം തന്നെയോ എന്നത് പരീക്ഷിച്ചറിയേണ്ടിയിരിക്കുന്നു. ഈ 3 തരത്തിലുള്ള ആത്മാവിനും വ്യത്യസ്തമായ പരിശീലനമാണ് ആവശ്യം. ഓരോ ആത്മാവിനും ചില അവസരങ്ങളിലും ചില സാഹചര്യങ്ങളിലും പ്രത്യേകിച്ച് ചില പ്രത്യേക അവസ്ഥകളിലും എത്രമാത്രം ഭാരം സഹിക്കാൻ പറ്റുമെന്ന് കുമ്പസാരക്കാരൻ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം തിക്തമായ വളരെ അനുഭവങ്ങൾക്ക് ശേഷം മാത്രമാണ് ഞാൻ മനസ്സിലാക്കപ്പെടുന്നില്ല എന്ന് ഞാൻ അറിഞ്ഞത്. പിന്നീട് എൻ്റെ അവസ്ഥയെ വെളിപ്പെടുത്തി എൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്താൻ ഞാൻ ഇടയാക്കിയില്ല. നല്ല അറിവും അനുഭവജ്ഞാനവും പാണ്ഡിത്യവുമുള്ള കുമ്പസാരക്കാരൻ ഈ കൃപകളെല്ലാം വിലയിരുത്തിയ ശേഷം മാത്രമാണ് ഇത് ചെയ്യുന്നത്. ചില കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇപ്പോൾ എനിക്കറിയാം.